എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെണ്ടയ്ക്ക ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ച് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു പച്ചമുളക്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കാം. നീളത്തിൽ ചെറുതായി അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. സവാള പെട്ടെന്നൊന്ന് വഴലാൻ വേണ്ടി നമുക്കതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. പച്ചമുളക് ചേർത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കൂടെ ഒന്ന് വഴഞ്ഞു വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കും. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ വെന്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് തിളയ്ക്കേണ്ട. ഈ സമയത്ത് തന്നെ നമുക്കിതിന് ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കണം. അതേപോലെ തന്നെ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കടുക് കൂടെ വറുത്ത് ചേർക്കണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, കുഞ്ഞുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരല്പം കറിവേപ്പില, ഈ ഉള്ളിയുടെ നിറം ഒന്ന് ബ്രൗൺ കളർ ആവുന്നതിന് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതൊന്നുകൂടെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ കടുക് വറുത്തോടെ ചേർത്തപ്പോഴത്തേക്ക് നല്ലൊരു അടിപൊളി മണമാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല കിടുവായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് വേറെ ദിവസം കാണാം.